ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ മാർക്കറ്റിൽ നമ്മുടെ സ്റ്റോക്സിൽ പെട്ടെന്നുള്ളൊരു മൂവ്മെന്റ് എപ്പോഴും നമുക്ക് കാണാൻ കഴിയും. കാരണം ഇത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സിന്റെ ഒരു ബൈങ് ആണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. ഇത് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? നമുക്ക് ആക്ച്വലി ടെക്നിക്കൽ അനാലിസിസ് യൂസ് ചെയ്തിട്ട് തന്നെ ഇൻസ്റ്റിറ്റ്യൂഷണൽ അക്യുമുലേഷൻ പിക്ക് ചെയ്യാൻ പറ്റും. അതായത് ഹൈ പ്രോബബിൾ സെറ്റപ്പാണ് നമുക്ക് ഫോം ചെയ്യാൻ. ഇത് US 3 times US ഇൻവെസ്റ്റിംഗ് ചാമ്പ്യനായ ഡേവിഡ് റയാൻ എന്ന് പറയുന്ന ഒരാൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു മെത്തേഡാണ്. റിസ്ക് മാനേജ്മെന്റ് നമുക്ക് കുറേ രീതിയിൽ ചെയ്യാൻ പറ്റും. അതിൽ ഒരു ബെസ്റ്റ് സെക്ടർ റൊട്ടേഷൻ പിക്ക് ചെയ്യുക എന്നുള്ളതിലാണ്. അതായത് സ്ട്രോങ് സെക്ടേഴ്സിൽ സ്ട്രോങ് കാൻഡിഡേറ്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്ര ഡൗൺഫോൾ വരാൻ ചാൻസ് കുറവാണ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേയേഴ്സ് യൂസ് ചെയ്യുന്ന കുറേ ടൂൾസ് ഓൾറെഡി മാർക്കറ്റിൽ അവൈലബിൾ ആണ്. എന്നാൽ നമ്മളെ ഇവിടുത്തെ റീറ്റെയിൽ ട്രേഡേഴ്സ് പലരും RSI അതുപോലെ സൂപ്പർ ട്രെൻഡ് ഇങ്ങനത്തെ ലാഗിങ് ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുന്നതിൻ്റെ റിസൾട്ടാണ് ഇത്രയും നമുക്ക് ആൾക്കാരിലേക്ക് ലോസ് അല്ലെങ്കിൽ അവർ ഈ ട്രേഡിങ് സ്കാമാന്ന് പറഞ്ഞു പോകുന്നവർ കൂടുതലും അങ്ങനെയാണ്. ഞാൻ എൻ്റെ ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഹിറ്റായ ഒരു സ്റ്റോക്കാണ് ഫോഴ്സ് മോട്ടോഴ്സ് എന്ന് പറയുന്നത്. ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഹിറ്റായി കഴിഞ്ഞാൽ എത്ര നല്ല സ്റ്റോക്കാണെങ്കിലും നമ്മൾ മേ ബി നമ്മളെ വാച്ച് ലിസ്റ്റിൽ അല്ലെങ്കിൽ നമ്മളെ പോർട്ട്ഫോളിയോ ഏറ്റവും നല്ല തിളങ്ങുന്ന സ്റ്റോക്കായിരിക്കും. ബട്ട് സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യാൻ പറ്റാത്ത ഒന്നും അറിയാത്ത ഈ മാർക്കറ്റിൽ ബിഗിനറായി വന്ന ഒരാൾക്കാണെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് പുതിയൊരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യുക, അങ്ങനെ എന്ത് വേണമെങ്കിലും എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.